ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അവസരം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് ദാനമായി തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായ ബന്ധത്തിൽ 2 വേദഭാഗങ്ങൾ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. അന്യോന്യം ഭോഷ്കു പറയരുത്. അത് ആദ്യ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഭോഷ്ക് ഇന്ന് സാർവത്രികമായ സർവ്വവ്യാപിയായ ഒരു വ്യാപാരം. ഭോഷ്ക് ഈ നാളുകളിൽ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടതും എന്നെ ഓർപ്പിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഈ ബന്ധത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഭോഷ്ക്? എന്താണ് വ്യാജം? ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും സത്യത്തിന് എതിരായിട്ടുള്ള എല്ലാം വ്യാജമാണല്ലോ, അല്ലെങ്കിൽ ഭോഷ്കാണല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നു, 2 ലേഖനങ്ങളിലും പൗലോസ് പറഞ്ഞത് ഭോഷ്ക് ഉപേക്ഷിക്കുക, അന്യോന്യം ഭോഷ്ക് പറയരുത് എന്ന് കൊലോസ്യ ലേഖനത്തിൽ. എഫേസ്യ ലേഖനത്തിൽ ഭോഷ്ക് ഉപേക്ഷിച്ചിട്ട് താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. അപ്പോൾ സത്യമല്ലാത്ത എല്ലാം ഭോഷ്ക. പല പര്യായ പദങ്ങളുണ്ടോ? അസത്യം, വ്യാജം, കാപട്യം, കപടഭാവം, ഇങ്ങനെ ധാരാളം പര്യായ പദങ്ങൾ വരും. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ താൻ പറഞ്ഞു ഭോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ വിശ്വാസികളോട്, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഭോഷ്ക് ഉപേക്ഷിക്കുക. ഭോഷ്ക് ഉപേക്ഷിക്കുക. എന്താ അതിന് കാരണം? എവിടെ നിന്നാണ് ഭോഷ്ക് വരുന്നേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മീയ സമൂഹം എന്ന് പറയുന്നിടത്ത് അരങ്ങുതർക്ക് ഒന്നാണ് ഭോഷ്ക്, അല്ലെങ്കിൽ വ്യാജം. സ്റ്റേജുകൾ നോക്കിയാലും വ്യക്തികൾ ഇടപാടിൽ നോക്കിയാലും ഇത് സാർവത്രികമായി സർവ്വവ്യാപാരമായിരിക്കുക. ഭോഷ്കിൻ്റെ അതിപ്രസരം ഒരു പല പഴഞ്ചൊല്ലുണ്ടായാലും ഒന്ന് ഞാനിങ്ങനെ ഓർത്തു പോകുന്നു. ഭോഷ്കും സത്യവുമായിട്ട് പറയുമ്പോൾ, സത്യം ഡ്രസ് ചെയ്യുമ്പോഴേക്ക് ഭോഷ്ക് പകുതി ദൂരം സഞ്ചരിച്ചിരിക്കും എന്ന് പറയാറുണ്ട്. സത്യം വസ്ത്രം ധരിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്ക് ഭോഷ്ക് പകുതി ദൂരം പോയിരിക്കും. അത്ര വേഗത്തിലാണ് ഭോഷ്ക് വ്യാപരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത്, സമൂഹത്തിൽ, ഭരണരംഗത്ത്, ആത്മീയ വേദികളിൽ എല്ലാവിധ ധാരാളം സാർവത്രികമാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഇത് പറയുന്നത് നമുക്ക് പോട്ടെ, അവർ ഇരുട്ടിലാണല്ലോ എന്ന് നാം പറയും. എന്നാൽ വെളിച്ചത്തിൽ വന്നു, ഞങ്ങൾ വെളിച്ചമക്കളാണ്, ഞങ്ങൾ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്നവരിൽ നിന്ന് ഇത് വരുമ്പോഴാണ് സഹിക്കാൻ പറ്റുന്നത്. അതൊരു എന്താ പറയുക, യാതൊരു മനസ്സാക്ഷിക്കൊത്തുമില്ല, യാതൊരു അത് പറയുന്നതിന് അത് ജീവിതത്തിൻ്റെ ഭാഗമായി, അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല. എന്നാൽ ഭോഷ്ക് എവിടെ നിന്ന് വരുന്നു? അതിന് കാരണഭൂതൻ ആരാണ്? അതുകൊണ്ടുള്ള ഫലം എന്താ നാം ചിന്തിക്കാറില്ല. ഒരു ദൈവദാസന് അടിക്കടി ഇങ്ങനെ പറയും, കള്ളം പറയുന്നവർക്ക് നല്ല ഓർമ്മശക്തി വേണം. ഈ കള്ളമാണെന്ന് തെളിയിക്കുന്നത് ഒരേ കാര്യം പലപ്പോൾ പറയുമ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ അത് ഉത്തരം മാറി മറിഞ്ഞ് വരുമ്പോൾ തന്നെ അത് അങ്ങനെയാണല്ലോ കുറ്റാന്വേഷകർ സത്യം തെളിയിക്കുന്നത്. ആത്മീയരംഗം നമുക്ക് ലോകത്തോട് ബന്ധം, അത് പ്രശ്നം ലോകത്തിലെങ്ങനെയുമാട്ടെ. എന്നാൽ ആത്മീയ രംഗത്ത് ഇത് ആശാസ്യമോ?
പോഷ്കിൻ്റെ ആത്മാവും സത്യത്തിൻ്റെ ആത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുമോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനത്ര ഗൗരവം കൊടുക്കാറുമില്ല. അതുകൊണ്ടല്ലേ ഇന്നത്തെ ആത്മീയ വേദികളിൽ അയ്യോ തട്ടിവിടുന്ന കണ്ടാൽ കല്ല് വെച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് ഫലിപ്പിച്ച് ജീവിതങ്ങളെ കയ്യിലെടുക്കുന്ന കാണാമല്ലോ. അപ്പോൾ ഇത് ആശാസ്യമോ? വളരെ ശ്രദ്ധിക്കണം. ഇതെവിടുന്നാണ് വരുന്നത്? പോഷ്കിൻ്റെ ആത്മാവ്, പോഷ്കിൻ്റെ വ്യാപാരം എവിടുന്നാണ് വരുന്നത്? ചിലർ പറയാറുണ്ട് അബ്രഹാം കള്ളം പറഞ്ഞില്ലയോ ഭാര്യയെക്കുറിച്ച് എന്നൊക്കെ പറയാറുണ്ട്. അതിന് അനന്തരഫലവും ചിന്തിക്കത്തില്ല. തങ്ങളുടെ സംസാര രീതിയെ, തങ്ങളുടെ വാക്കുകളെ ന്യായീകരിക്കാൻ ഇങ്ങനെയാണ് പല കാര്യങ്ങളും മനുഷ്യർ ഉപയോഗിക്കാം. എന്നാൽ ദൈവത്തിന് വിശുദ്ധരായിരിക്കെ ദൈവമക്കളെന്ന് പറയുന്നവർ പോഷ്ക് ഉപേക്ഷിക്കുക, പോഷ്കിൽ പ്രിയപ്പെടുത്തുക. കാരണം ഇത് തുടങ്ങിയതാരിൽ നിന്നാണ്, ഇതെവിടെ നിന്ന് വരുന്നുവെന്ന് വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞായിരുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ കർത്താവ് യേശു അത് തെളിച്ച് പറഞ്ഞായിരുന്നു. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കും. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ആദ്യം മുതൽ കൊലപാതകനായ, സത്യമില്ലാത്ത ഒരുവൻ, അവൻ ഭോഷ്കിൻ്റെ പിതാവ് എന്ന് കർത്താവ്. കള്ളം പറയാൻ അത് ഏതിനിൽ തുടങ്ങിയതാ? മനുഷ്യനോടുള്ള ബന്ധത്തിൽ. ആദ്യ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആദാമിനെയും ഹവ്വയെയും വീഴിക്കാൻ അവൻ ആദ്യം ഉപയോഗിച്ചതും ഭോഷ്കാണല്ലോ. ഹവ്വയെ സമീപിച്ചിട്ട് ആ നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലത്തെ അവരെ കാണിച്ച് നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന് അവരോട് പറഞ്ഞല്ലേ. വശീകരിച്ചു. പോഷ്ക് കൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാ പോഷ്കിൻ്റെ വ്യാപാര ശക്തി. പോഷ്കിൻ്റെ ആത്മാവ് അങ്ങ് സാർവത്രികമായി വ്യാപരിക്കുന്നു. ആത്മീയ രംഗത്ത് ഇന്ന് കഠിനമായി തീർന്നിരിക്കുന്നു, സാർവത്രികമായി. പണ്ട് ഹിറ്റ്ലറുടെ യുദ്ധകാര്യമന്ത്രി ഗീബൽസ് ഇങ്ങനെ പറഞ്ഞു, ഒരു നുണ 100 പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമായി തീരും. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായി. ഇതുപോലെ ആയിരിക്കാണ് ഇപ്പോഴും പോഷ്ക്. അപ്പോൾ ഇത് വരുന്നത് പിശാചിൽ നിന്നാണ്. മാത്രമല്ല 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളും ആണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഈ 11ഉം 12ഉം വാക്യങ്ങളിൽ ഗൗരവമായൊരു കാര്യം പറയുന്നുണ്ട്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. പോഷ്ക് വിശ്വസിക്കത്തക്കണം. അപ്പോൾ ഇത് ഒരു ദുരാത്മാവാണ്. മാത്രമല്ല, രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരിൽ അഹാബ് അരാം രാജാവിനോട് യുദ്ധത്തിന് പോയി അതിൽ പരാജയപ്പെടുന്നതിനെക്കുറിച്ച് സവിസ്തരമായി പറയുന്നുണ്ടല്ലോ. അതിൽ യഹോശാഫാത്തിനെയും കൂടിയ അന്ന് ആ യുദ്ധത്തിൽ. അപ്പോൾ യഹോശാഫാത്തിന് ദൈവാലോചന അറിയണം. ഉടനെ 10,400 പ്രവാചകന്മാരെ വിളിച്ചു കൂട്ടിയ ഒരു കാര്യമായ ഒരു പ്രാർത്ഥനായോഗം നടക്കുക. ഇന്നത്തെ
ഇന്നത്തെ പോലെ കുടിക്കും, ഒരു പ്രാർത്ഥനാ യോഗം നടക്കുക, എല്ലാവരും പ്രവചിക്കുകയാണ്. 1-2 പേരില്ല, 10-400 പേരുണ്ട്. അപ്പോൾ ഈ യഹോശാഫാത്ത് കേട്ടപ്പം ഒരു പന്തികേട്. പുള്ളി ചോദിച്ചു, ഞാൻ 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ സവിസ്തരമായിട്ടുണ്ട്, അതെല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പന്തികേട്. പുള്ളി ഉടനെ ആഹാബിനോട് ചോദിച്ചു, അല്ല ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാരും ഇല്ലയോ? അപ്പോൾ യഹോശാഫാത്തിന് ആ പ്രവചനം കേട്ടപ്പോഴേ മനസ്സിലായി അതിൽ പന്തികേടുണ്ടോ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഉണ്ട് ഒരാളുണ്ട്, പക്ഷേ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയത്തില്ല, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. അങ്ങനെയാണല്ലോ ഇരമ്യാ പ്രവചനെ അവൻ്റെ സമകാലീന ലോകം വല്ല ആദരിച്ചോ അംഗീകരിച്ചോ? അങ്ങേറ്റം ഉപദ്രവിച്ചില്ലേ, അവനെ കൊല്ലാൻ നോക്കിയില്ലേ, തടവിലിട്ടില്ലേ? അതുപോലെ തന്നെ സത്യം പറയുന്നവരെ ഇട്ടമല്ലല്ലോ. ഏതായാലും വിളിക്കാൻ പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ട് വന്നു. 1 രാജാക്കന്മാർ 22-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമാകും. അപ്പോൾ അവൻ കണ്ട ഒരു ദർശനം അവിടെ പറയുന്നുണ്ട്. 1:22 19 വാക്യങ്ങളിൽ അക്കാര്യം ചിത്രീകരിക്കും. അതിൽ 21 ദൈവത്തിന് അവിടെ ഒരു ദർശനം അവൻ കാണുകയാണ്. ദൈവം യഹോവ സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി നശിക്കത്തക്കണം അഹാബിനെ ആർ വശീകരിക്കും എന്ന് പലരോട് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിനൊന്നും ആർക്കും ശരിക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഉടനെ ഒരാത്മാവ് മുന്നോട്ട് വന്നു, ഞാൻ വശീകരിക്കും. എങ്ങനെ നിനക്ക് സാധിക്കും? ഞാൻ അവൻ്റെ പ്രവാചകന്മാരായി 22-ാം വാക്യം, ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരെയും വായിൽ പോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്നവൻ കൽപ്പിച്ചു. പോഷ്കിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇക്കാലത്ത് നടക്കുന്ന ചില കാര്യങ്ങളും ഗൗരവമായി ചിന്തിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല, ചെറിയ കാര്യവുമല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മീകായാവാതെ പറഞ്ഞപ്പോൾ അവന് കിട്ടിയത് ചികിട്ടത്തടി, തടവ്. ഇന്നും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വരുന്നതെല്ലാം സാത്താനിൽ നിന്ന്, അവൻ്റെ വ്യാപാര ശക്തി. സത്യത്തെ വിശ്വസിക്കാത്ത, സത്യം അംഗീകരിക്കാത്ത, യേശു വന്ന സത്യത്തെ ഉള്ളതുപോലെ അംഗീകരിക്കാത്ത എല്ലാവരിലും കർത്താവ് തെളിച്ച ശിഷ്യന്മാരോട് പറഞ്ഞാൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിട്ട് പിലാത്തോസിന് മുന്നിൽ നിൽക്കുമ്പം പറഞ്ഞു, യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സത്യത്തിന് സാക്ഷി നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. ഉടനെ പിലാത്തോസിന് ഒരു സംശയം, അയ്യോ സത്യം എന്നാൽ എന്താ? ഞാൻ വന്ന സത്യത്തിന് ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്ന, ദൈവ മകളെന്ന് പറയുന്ന അവരിൽ നിന്ന് സത്യം മാത്രമല്ലാതെ പോഷ്ക ഉണ്ടാകരുത്. ഒരു പ്രസിദ്ധിയായൊരു പ്രസംഗ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു മലയോര പട്ടണത്തിനടുത്ത് വന്ന് അവൾ പ്രസംഗിക്കുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചതിൻ്റെ 7-ാം ദിവസം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3000 പേര് രക്ഷിക്കപ്പെട്ടു. അത് കേട്ട് കുറേ ആളുകൾ ഉലൂലിയ, അങ്ങനെയാണല്ലോ, എന്ത് കള്ളം പറഞ്ഞാലും ഉടനെ അല്ലേലിയ പറയുമല്ലോ. 3 പേര് രക്ഷിക്കപ്പെട്ടില്ല, പച്ചക്കള്ളവാ. പക്ഷേ തട്ടി വിടുക. ഒരിക്കൽ വേറെ സ്ഥലത്ത് പറഞ്ഞാൽ ഒരു സാക്ഷി ഞാൻ അറിഞ്ഞു. ഒരാളെ മാത്രമേ ചോദ്യം ചെയ്യുള്ളൂ. ഞാൻ ഹിമാലയത്തിൽ 32 അടി കനമുള്ള മഞ്ഞുകെട്ടയുടെ മുകളിൽ കൂടെ ചെരുപ്പിടാതെ നടന്നു. അത് കേട്ടപ്പോഴേക്കും അവിടുന്ന് ആളുകളെല്ലാം അങ്ങ് ഹിസ്റ്റീരിക്കായില്ലേ. ഓരോ ദൈവാസൻ അത് ചോദ്യം ചെയ്തു. അത് മറ്റുള്ളവർ അദ്ദേഹത്തെ വിമർശിച്ചു. ഇതുപോലെ പെരുപ്പിക്കുന്ന, അയ്യോ പൊലിപ്പിക്കുന്ന എന്തെല്ലാം കപട ഭാവങ്ങൾ, അസത്യ പ്രസ്താവനകൾ ഇന്ന് അതേ ഉള്ളൂ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അസത്യ പ്രസ്താവനകൾ,
ദൈവാത്മാവ് പറയുന്നതാണ്. ദുഃഖകരം, വഞ്ചനയുടെ, വ്യാജത്തിൻ്റെ ആത്മാവ് ഇവരിൽ പെരുകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് കള്ളം പറയുന്നത്? അതുകൊണ്ട് എന്ത് ഗുണം? എന്തിനു വേണ്ടി മനുഷ്യർ കള്ളം പറയുന്നു? നിലനിൽക്കുന്ന എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, എൻ്റെ അല്പബുദ്ധിയിൽ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളുടെ ആ ബന്ധത്തിൽ പറയും. ഒരു 3-4 കാരണങ്ങൾ. ഒന്ന്, തങ്ങളുടെ ആകാത്ത സ്വഭാവം മറച്ചു വയ്ക്കാനാണ് മനുഷ്യർ കള്ളം പറയുന്നത്. തങ്ങളുടെ പാപം മൂടി വയ്ക്കാൻ വ്യാജത്തിൽ ആശ്രയിക്കും. വ്യാജത്തിൽ അതുകൊണ്ട് എല്ലാം മറച്ചു വെക്കണം. 2, താൻ എന്തോ സംഭവമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. കള്ളം പെരുപ്പിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കാര്യമാണോ താനൊരു മുഴുവോ സംഭവമാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ? അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ആള് മഹാനാണ്, എന്തോ ഈ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ. 3, ലോകത്തിന് അംഗീകാരം കിട്ടാൻ. ലോകം എന്നെ അംഗീകരിക്കണം. സത്യം പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഇന്ന് കാണുന്നത് തന്നെയാണ്. ദൈവവചനത്തിലെ സത്യം പറയുന്ന കർത്തദാസന്മാരെ ആർക്കും വേണ്ട. എന്നാൽ പൊടിപ്പന്തൊങ്ങലും വെച്ച് വാചകമടിച്ച കഥാപ്രസംഗം പറയുന്ന പോലെ ഒക്കെ അഭിനയിക്കുന്ന ആളുകളെ പൊക്കിക്കൊണ്ട് നടക്കും. മനുഷ്യൻ്റെ അംഗീകാരം ലഭിക്കാൻ ദൈവത്താളുടെ മാനത്തേക്കാൾ മനുഷ്യരുടെ മാനമാണ് വലുതെന്ന് കരുതി മനുഷ്യൻ്റെ അംഗീകാരം. 4, ഭൗതിക നേട്ടത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ് മോസ്തുതി പറയുന്നത്? എന്തിനു വേണ്ടി മോസ്തുതി പറയുന്നു? എന്തിനു വേണ്ടി കള്ളം പറയുന്നു? കാശുണ്ടാക്കാൻ, പണം സമ്പാദിക്കാൻ. അങ്ങനെ അത് പറയണമെങ്കിൽ 100 കണക്കിന് സംഭവങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഭോഷ്കിൻ്റെ വ്യാപാരം. പുതുതലമുറ ബാലല്ല തയ്യാക്കും പ്രസംഗികളിൽ നിന്ന് വരുന്നതെല്ലാം വ്യാജം. ഒരു മനസാക്ഷിക്കൊന്നുമില്ല. കാരണം 2 ദിവസം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിച്ചതുപോലെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി. സത്യത്തെ വിശ്വസിക്കുന്നില്ല. യേശുവാകുന്ന സത്യത്തെ, യേശുവിനെ കുറിച്ച് വാദോരാതെ പറയും, ശരിയാണ്. പക്ഷെ യേശുവാകുന്ന സത്യത്തെ ഉള്ളവണ്ണം വിശ്വസിച്ചാൽ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വ്യാജം വരത്തില്ല. എഫെസ്യർ 12 യേശുവിൽ സത്യമുള്ളതുപോലെ അവനിൽ മാത്രമേ സത്യമുള്ളൂ. അപ്പോൾ യേശുവാകുന്ന സത്യത്തെ ശരിയായി വിശ്വസിച്ചാൽ, വേണ്ട രീതിയിൽ ആ വിശ്വാസത്തിൽ നിലനിന്നാൽ അവന് ഭോഷ്ക് പറയാൻ സാധ്യമല്ല. ഇന്ന് തങ്ങളുടെ വംശത്തെക്കുറിച്ച് ഭോഷ്ക് പറയാൻ, അതാ ഞാൻ ഇന്നടത്തെ ആയിരുന്നു. വെറുതെ. അതുകൊണ്ട് എന്നാ ഗുണം? പത്രോസ് പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യമാണ്. വ്യർത്ഥം, അതെല്ലാം വെറുതെ. അതല്ല, ഞാനെങ്ങോട്ടൊന്ന് വന്നതാ. അതുകൊണ്ട് എന്ത് ഗുണം? താൽക്കാലികം മനുഷ്യരുടെയൊക്കെ പ്രശംസ കിട്ടിയേക്കും. കുറച്ച് കഴിയുമ്പം മറ്റു പലരിൽ നിന്നും അയ്യോ മാത്രമല്ല, ഭോഷ്ക് പറയുന്നതിന് ഈ കള്ളം നമ്മൾ പറഞ്ഞാൽ അതിന് അല്പായുസ. കാരണം സത്യം അറിഞ്ഞു വരുമ്പോഴേക്ക് അവൻ്റെ വില പോയി, അത് ചിന്തിക്കുന്നില്ല. മാത്രമല്ല ആത്മീയ ഭോഷ്ക്. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഗാനരചയിതാക്കളുടെ ലോകത്ത് ധാരാളം വ്യാജ വ്യാപാരം അങ്ങ് നിർലോഭം സഞ്ചരിക്കുക. ചില ദൈവദാസന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ കഠിനമേറിയ ജീവിതാനുഭവങ്ങൾ കൂടെ കടന്നുപോയി. അന്ന് അവരുടെ ഉള്ളിൽ ഊറി വന്നത് അവർ കടലാസിൽ പകർത്തി അത് പാടി ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. ചിലർ പ്രസിദ്ധി ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പേരും വേണ്ട, പെരുമയും വേണ്ട, കർത്താവ് മഹത്വപ്പെട്ടാൽ മതി. അത് ഈ വ്യാജാത്മാവുള്ള ചിലർ എടുത്തിട്ട് അത് കൊണ്ടുപോയി അതിന് സീക്വൻസ് ഉണ്ടാക്കി, എന്തിനു പറഞ്ഞു, വ്യാജമായ സീക്വൻസ് ഉണ്ടാക്കി അങ്ങ് പറഞ്ഞ പ്രചരിപ്പിച്ച് ബഹളം ഉണ്ടാക്കിയല്ലേ.
എന്തും മാത്രം ആത്മീയ മണ്ഡലത്തിൽ ആ ദുർവ്യാധി, ആ ദുരാത്മാവ് ശക്തിയായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എഴുതിയത് ഒരിക്കലെ എൻ്റെ ചെവി കൊണ്ട് നേരിട്ട് കേട്ട കാര്യം മാത്രം ഞാൻ ഒന്ന് പറയുന്നു. ആശാരി ഉപദേശിയുടെ പ്രബലമായ കാലത്ത് കേരളത്തിലെങ്ങനെ നിൽക്കുകയില്ലാതെ വന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് തമിഴ്നാട്ടിലോട്ട് കയറി. അപ്പോൾ ഞാൻ കന്യാകുമാരി ജില്ലയിലായിരുന്നല്ലോ. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ മാതൃസഭയിലും അദ്ദേഹം വന്നു. അപ്പോൾ വേറെ ചിലരുമുണ്ട്, ടീമിലെ ചിലരുമുണ്ട്. അന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ച 90 പാട്ട് ഞാൻ എഴുതി. അപ്പോൾ യേശുവേ മണാളിനെ എന്ന പാട്ടിൽ ഒരു വാക്കിനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ പാട്ടിൽ തെറ്റ് വരുമോ എന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എഴുതിയത് ഇടയരാവതീശി, അല്ലെങ്കിൽ പാസ്റ്റർ കെ വി ജോസഫ്, അദ്ദേഹത്തിന് പ്രസിദ്ധിയൊന്നും വേണം. ഇതുപോലെ ഞാനത് നേരിട്ട് എനിക്ക് അനുഭവമായത് പറഞ്ഞത് എത്ര പേര് ആത്മീയ എട്ടുകാലി മമ്മൂഞ്ഞുമാർ ഇന്ന് ഞെളിഞ്ഞ് കിടക്കുക. അവർ ലോകം മുഴുവൻ ചിലരെ എല്ലാം ഞാൻ പറഞ്ഞു പോയാൽ പിന്നെ പെന്തിക്കോസ്തർ എല്ലാം കൂടെ, അല്ലെങ്കിൽ ദൈവജനം എന്ന് പറയുന്നവർ എല്ലാവരും കൂടെ എന്നെയും കല്ലെറിയും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഞാനും ഒരു കാലത്ത് ചില വ്യാജ പ്രസ്താവനകൾ വിശ്വസിച്ചു. പക്ഷേ അത് അറിഞ്ഞപ്പോഴാണ് അയ്യോ ഇയാൾ കള്ളനോട്ടാണല്ലോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു പോയത്. ഗാനങ്ങളെക്കുറിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അഥവാ വ്യാജ പ്രസ്താവന നടത്തുന്നവർ അവിടെ എത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് എത്തിയേക്കാം, പോട്ടെ, ഏറ്റു പറഞ്ഞ് എത്താൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ അവിടെ അവകാശവാദമൊന്നുമില്ലല്ലോ, സത്യം സത്യമായി വെളിപ്പെടുമല്ലോ. വേറൊരു കൂട്ടുണ്ട് കള്ളപ്രവാചകന്മാർ. എത്ര കുടുംബങ്ങളെ, എത്ര സഭകളെ, എത്ര നല്ല പ്രവർത്തനങ്ങളെ ഈ വർഗം നശിപ്പിച്ചെന്നറിയാം. സത്യമായി ദൈവത്തിനെ അള്ളപ്പാട് അറിയിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. മീകായാവിനെ പോലെ അവരെ നേട്ടം മാത്രമല്ല പറയും, അവർ കോട്ടവും കൂടെ പറയും. എന്നാൽ ആഹാബിൻ്റെ പ്രവാചകന്മാർ 400 പേരും പ്രവചിച്ച് ആഹാബിനെ യുദ്ധക്കളത്തിലോട്ട് വിട്ടു, തിരിച്ച് പൊതിഞ്ഞ് കെട്ടിങ്ങ് വന്നു. അതുപോലെ കുടുംബങ്ങൾ തകർന്ന്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇന്ന അറിയുമോ, അയാൾ ഞങ്ങളുടെ കുടുംബം തകർത്തു. പരസ്യമായിട്ട് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്, പക്ഷേ ഇതിനേക്കാൾ ലജ്ജകരമായ കാര്യങ്ങൾ വ്യാപിക്കുന്നല്ലോ. കള്ളപ്രവാചകന്മാർ ഒന്നുമില്ലേലും ഉണ്ടെന്നാ പറയുന്നേ. ആ ബന്ധത്തിൽ ഞാനൊരു വാക്യം ഓർത്തു പോന്നു. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 5-ാം അധ്യായത്തിന് 31-ാം വാക്യം ഞാൻ വായിക്കാം. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. അത് 30-ാം വാക്യം. 31. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കൽ സന്ദർഭവശാൽ പറയട്ടെ, എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ഒരു സ്ഥലത്ത് ഒരു സഭയിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ, എനിക്ക് യോഗത്തിനൊരു അവസരം കിട്ടുമോ എന്ന് ഒരാളിനോട് ചോദിച്ചു. എനിക്ക് വേണ്ടി ഒരാൾ, ഞാൻ ചോദിച്ചല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റവനുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങ് വിട്ടേര്. ഇല്ല, അതില്ല, ആ മനുഷ്യൻ ദൈവത്തിനെ പ്രസംഗിക്കത്തുള്ളൂ, പോയില്ല, വേണ്ട. മറ്റവനുണ്ടോ? ഇന്ന് ആളുകൾക്കെല്ലാം അത് കേൾക്കുന്ന ഇഷ്ടം. സത്യമാണോ കള്ളമാണോ അതാ ഇവിടെ പറയുന്നേ. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അത് വിഷയമല്ല. കുടുംബങ്ങൾ തകർന്ന, സഭകൾ തകർന്ന, കൂട്ടായ്മകൾ തകർന്ന ഒത്തിരി സംഭവങ്ങൾ, ആയിരക്കണക്കിന് സംഭവങ്ങൾ. യിരെമ്യാവ് 6:13 അതുകൂടെ വായിക്കാം. അവരൊക്കെയും ആബാലവൃത്തം ദൈവാഗ്രഹികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരൊക്കെയും ഇത് പറയുന്നത്, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ വ്യാജം പ്രവർത്തിക്കുന്നു.
ദിവ്യാഗ്രഹികളാകുന്നു. പ്രധാന ലക്ഷ്യം ദൈവനാമത്വമൊന്നുമല്ല, ആത്മകന്റെ രക്ഷയുമല്ല, മറ്റവൻ്റെ ഇരിക്കുന്ന കാശ് പിടിക്കുക, എന്നിട്ട് തടിച്ചു കൊഴുത്ത കൊട്ടാരങ്ങളും വെച്ച് ആധുനിക സൗകര്യങ്ങളും ഉണ്ടാക്കി അതിൽ വിലസുക. എന്നാൽ ആ വാക്യം ഞാൻ പിന്നെയും പറയുന്നു, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒട്ടനവധിയുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തുമാത്രം 5 പേര് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അത് 1000 ആക്കും. ഒരു 10 ലൈലേക്ക് ഒരിടത്ത് കൊടുത്താൽ അത് 10,000 ആക്കും. റിപ്പോർട്ട് റിപ്പോർട്ട് എന്തെല്ലാം വ്യാജ പ്രവൃത്തികൾ എൻ്റെ കർത്താവായ യേശുവിൻ്റെ പേരിൽ. ഇതൊന്നും ദൈവനാമത്വമല്ല, ഇതിലൊന്നിനും ദൈവം മഹത്വപ്പെടാനും പോകുന്നില്ല. ദുഃഖകരമായ അനുഭവം, ദുഃഖകരമായ ആത്മീയ മണ്ഡലം വ്യാജത്താൽ മലീമസമായിരിക്കുന്നു. നമുക്ക് വല്ല ബോധമുണ്ടോ, വല്ല ചിന്തയുണ്ടോ? വളരെ ഗൗരവമായത് കാണണമേ. ഫോഷ്ക്ക് ഉപേക്ഷിക്കാൻ പറയുന്നു. കള്ള ക്രിസ്തുക്കൾ, ഞാൻ ബാക്കി ഒന്നും എല്ലാത്തിനും എടുക്കുന്നില്ല, പുസ്തകത്തിൽ നിന്നല്ലാതെ മറ്റൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല. കള്ള ക്രിസ്തുക്കൾ, കള്ള പ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, ആകാത്ത വേലക്കാർ, ഇതെല്ലാം ആത്മീയമണ്ഡലത്തിൽ കള്ള സഹോദരർ. അതെനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഞാൻ പലപ്പോഴും ആശ്വസിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ അവനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കള്ള സഹോദരന്മാരുടെ ആപത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യജ്ഞാനത്താൽ നിയുക്ത ആത്മവരമൊക്കെയും പ്രാപിച്ച ഉന്നതമായ ആത്മീയനുമുണ്ടായ പൗലോസിന് പോലും കള്ള സഹോദരൻ്റെ ആപത്തുണ്ടായെങ്കിൽ പാലും തുമ്പില്ലാത്ത എന്നെ സംബന്ധിച്ചുള്ള എത്രയധികം എന്ന് ഞാൻ ആശ്വസിക്കും. കുറേ ആപത്തുകളുണ്ടായിട്ടുണ്ട്. ചിലരുടെ വാക്ക് ഞാൻ കണ്ണു മറിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് കുഴിച്ചടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി എനിക്കെതിരെ ആയുധമായി ഉപയോഗിച്ചവരുണ്ട്. കൂട്ടുവിലക്കാരെ എന്നിൽ നിന്ന് അകറ്റിയവരുണ്ട്. പ്രശ്നമില്ല, സ്തോത്രം. ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആശ്വസിക്കുന്ന ഒരു വാക്കാണ്, ഒരനുഭവമാണ്. കാരണം പൗലോസിനുണ്ടായെങ്കിൽ എനിക്ക് അത്രയൊന്നും എനിക്കുണ്ടായില്ലല്ലോ. കള്ള സഹോദരന്മാരുടെ ആപത്ത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കും, കള്ള ക്രിസ്തുക്കൾ, കള്ള പ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ. ഇപ്പം എല്ലാവർക്കും അപ്പോസ്തലനെന്നാണ്. ഇപ്പം പണ്ട് കാലത്ത് ഉപദേശിച്ചെന്ന് വിളിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ആരെങ്കിലും ഉപദേശിച്ചെന്ന് വിളിച്ചാൽ സഹിക്കോ, പോസ്റ്റർ അല്ലെങ്കിൽ റവറണ്ട്, അല്ലെ അത് പോയി, റവറണ്ടിൻ്റെ കാലം പോയി. ഇപ്പം അപ്പോസ്തലൻ. സോഷ്യൽ മീഡിയയിൽ അയ്യോ ഞാൻ ഞെട്ടിപ്പോന്നു, ലജ്ജിച്ചു പോന്നു. എന്തെല്ലാം ഇറങ്ങി വ്യാജ ഇടയ്ക്ക് ഒരാൾ ഫോണിൽ കൂടെ കേൾപ്പിക്കുന്ന ദൈവം എന്നോട് ആലോചിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. എത്ര ലജ്ജാകരം! ഇതിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കില്ലയോ, വാഴ്ത്തി അനുഗ്രഹിക്കില്ലയോ? ദൈവമേ, വളരെ ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ പറഞ്ഞ സമയം നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തട്ടെ. എനിക്ക് അല്പം കൂടെ അതിന് ആ ബന്ധത്തിൽ പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മിൽ നിന്ന് വ്യാജ പ്രസ്താവനകൾ, വ്യാജത്തിൻ്റെ വ്യാപാരം, സത്യത്തിൻ്റെ ആത്മാവാണോ നമ്മിൽ വസിക്കുന്നത്, അതോ വ്യാജാത്മാവാണോ നമ്മെ നടത്തുന്നത് എന്നൊന്ന് വിലയിരുത്താൻ നമ്മുടെ സമയം വിനിയോഗിക്കുക, ശ്രദ്ധിക്കുക. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. വ്യാജത്തിന് മനസ്സ് വെക്കാതെ നിഷ്കളങ്കരായി ദൈവസ്ഥൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കെ വ്യാജത്തിൻ്റെ വ്യാപാരത്തിൽ കുടുങ്ങി നഷ്ടപ്പെട്ടു പോകുന്ന ആയിരങ്ങൾ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കണം. നാഥ, പോഷ്ക്ക് പറയരുതെന്നും പോഷ്കിനെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ അല്പമായി ചിന്തിപ്പാൻ സഹായിച്ചല്ലോ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ പോഷ്കിനെ രംഗെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, സത്യം മാത്രം സംസാരിച്ച് സത്യത്തിൽ നിലനിന്ന് അങ്ങയുടെ സന്നിധിയിൽ ചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പോഷ്കിൻ്റെ ആത്മനെ തിരിച്ചറിയുവാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ
നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.